നമസ്കാരം. ഗർഭിണികളിൽ ബീജസങ്കലനം നടന്നു കഴിഞ്ഞ അണ്ഡം, അതായത് ഭ്രൂണം, ഗർഭാശയത്തിൽ അതായത് യൂട്രസിനുള്ളിൽ പറ്റിപ്പിടിച്ച് വളരുകയാണ് ചെയ്യുന്നത്. എങ്കിലും ചിലർക്ക് ഗർഭാശയത്തിന് പുറത്തെവിടെയെങ്കിലും പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഗർഭധാരണത്തിൽ കൂടുതലും അണ്ഡവാഹിനിക്കുള്ളിൽ, അതായത് ഫലോപ്പിൻ ട്യൂബിലായിരിക്കും കാണുക. ഇതാണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെ എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോൾ സാധാരണയായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു 50 ഗർഭിണികളുണ്ടെങ്കിൽ ഒരെണ്ണം ഇത്തരത്തിലുള്ളതായിരിക്കുമെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഈ ഫലോപ്പിൻ ട്യൂബ് അടയുവാൻ കാരണമാകുന്ന എന്തെങ്കിലും അണുബാധയോ നീർവീക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ വരാം. പിന്നെ ട്യൂബിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. പിന്നെ ട്യൂബിൽ എന്തെങ്കിലും സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ വരാം. കൂടാതെ ചിലർക്ക് ജന്മന ഈ ഫലോപ്പിൻ ട്യൂബിൻ്റെ ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വരാം. ഗർഭിണിയുടെ പ്രായം ഒരു 35-ലൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടിവയറ്റിലോ പെൽവിക് ഏരിയയിലോ ഒക്കെ സർജറി ചെയ്ത ഹിസ്റ്ററി ഉള്ളവരിലും എല്ലാം പെൽവിക് ഏരിയയിൽ എന്തെങ്കിലും നീർവീക്ക രോഗങ്ങൾ അതുപോലൊക്കെ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വരാം. പിന്നെ പല പ്രാവശ്യം അബോർഷൻ ചെയ്തിട്ടുള്ളവരിൽ, അതുപോലെ പുകവലിക്കുന്ന സ്ത്രീകളിലൊക്കെ ഇതുപോലെ ട്യൂബൽ പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ചിലർ ഗർഭനിരോധന ഉപകരണങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുമ്പോൾ തന്നെ ആ സമയത്ത് ഗർഭിണിയായിരിക്കുമ്പോഴും ഈ ട്യൂബൽ പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്.